ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിഷി വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോർത്ത് ഇന്ത്യൻസ് അല്ല, ബംഗാളികളാണെന്ന് തോന്നുന്നു. കക്കർച്ചിയും കപ്പോർത്തും അങ്ങനത്തെ കോമ്പിനേഷൻ ഉണ്ടോ? സത്യം ഓജിസാണ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അതെ. അപ്പൊ നമ്മളിപ്പോ ഇന്ന് വന്നേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂര്യ സാറിന്റെ ഏറ്റവും പുതിയ സിനിമയായ റെട്രോ സിനിമയില് സൂര്യ സാറിന്റെ സ്വന്തം കൂട്ടുകാരനായിട്ട് അഭിനയിച്ച നമ്മുടെ എറണാകുളത്തിന്റെ സ്വന്തമായിട്ടുള്ള നമ്മുടെ രാഘുച്ചേട്ടനെ പറ്റി കൂടുതൽ അറിയാനാണ്. അപ്പൊ രാഘുച്ചേട്ടാ, സ്വാഗതം. നമസ്കാരം. ഷോട്ടിലവിടെ അപ്പൊ പറയൂ രാഘുച്ചേട്ടാ, എന്താണ് ഇപ്പോഴത്തെ വിശേഷം? എന്താണ് അറിയേണ്ടത്? അല്ല, ഇപ്പോഴത്തെ വിശേഷം എങ്ങനെയുണ്ട്? റെട്രോ സിനിമയൊക്കെ ഇറങ്ങിയപ്പോ കുറച്ച് നാളായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എന്താണ് ചേട്ടന്റെ വിശേഷം? ഇപ്പൊ കുറച്ച് സിനിമയെന്നൊക്കെ വിളികൾ വന്നിട്ടുണ്ട്. ഒന്നും കൺഫർമേഷൻ കിട്ടിയിട്ടില്ല, പക്ഷെ എന്നാലും കിട്ടുമെന്ന് വിചാരിക്കുന്നു. അതെ. രാഘുച്ചേട്ടൻ സിനിമയിൽ നിന്നുള്ളത് നേരത്തെ മുതലുള്ള ആഗ്രഹമായിരുന്ന, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സിനിമ എന്ന് പറഞ്ഞ ഒരു ഫീൽഡിലേക്ക് എത്തപ്പെട്ടത്? സിനിമ എന്ന് പറയണത്, സിനിമ എന്നുള്ള ആഗ്രഹം ആദ്യം ഡാൻസ് ആയിരുന്നു എന്റെ മേഖല. ഡാൻസിലൂടെയാണ് സിനിമയിലേക്ക് വന്നത്. അപ്പൊ സിനിമ എന്നുള്ളത് ഉള്ളിൽ ചിന്ത ഉണ്ടായിരുന്നില്ല. ഈ ഡാൻസിൽ നമ്മളൊരു ഡിഫോ ഡാൻസ് ഷോ ചെയ്തായിരുന്നു 2016. അപ്പൊ അവിടെ വെച്ചിട്ട് കുറെ ആക്ട് പരിപാടികളൊക്കെ നമ്മൾ ഡാൻസ് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞ് നിനക്കൊരു സ്കില്ലുണ്ട് അഭിനയിക്കാനായിട്ട്, ഒന്ന് ശ്രമിച്ചു നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്. അങ്ങനെ ഒരുപാട് ഓഡീഷൻ ചെയ്ത് കുറെ ചെയ്ത് അതിൽ ചിലത് കിട്ടും, ചിലത് കിട്ടൂല. പക്ഷെ എന്നാലും നമ്മള് പിന്മാറാൻ പാടില്ല. അപ്പൊ അത് തുടർന്നുകൊണ്ടിരുന്ന് പിന്നെ ഈ ഡാൻസ് ഒരിക്കലും വിട്ട് കളയാനും പറ്റില്ല. കാരണം ഡാൻസ് കയ്യിൽ നിന്ന് പോയ എന്റെ ജീവിതം പോയി തന്നെയാണ്. ഈ റെട്രോയിലേക്കുള്ള വിളി വരാൻ കാരണവും ഡാൻസ് ആണ് ചേട്ടന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും ഡാൻസ്. അപ്പൊ ചെറുപ്പം മുതലേ ഇങ്ങനെ ഡാൻസ് ഫീൽഡിലേക്ക് വന്നതാണോ? ചെറുപ്പം തൊട്ട് നമ്മളുടെ ഉള്ളിലെ കലാകാരന എന്റെ അപ്പച്ചനും അമ്മയും തിരിച്ചറിഞ്ഞുള്ളതാണ്. അപ്പൊ അവര് നേരെ കലാഭവനിൽ കൊണ്ടാക്കി. കലാഭവനിൽ നിന്നാണ് എന്റെ ഡാൻസിന്റെ തുടക്കം. അവിടെ നിന്ന് തുടങ്ങി പിന്നെ ഒരുപാട് നമ്മളുടെ കൊച്ചിയിലെ തന്നെ വലിയ വലിയ ഡാൻസ് സ്കൂളുകളിലൊക്കെ പോയിട്ട് പ്രൊഫഷണൽ ആയിട്ട് ബാക്കപ്പ് ഡാൻസ് പരിപാടികളൊക്കെ ആയിട്ട് ചെയ്ത് ഒരുപാട് വലിയ വലിയ സ്റ്റേജുകളിലൊക്കെ കളിച്ചു. അങ്ങനെ ചെയ്താണ് നമ്മളെ റിയാലിറ്റി ഷോയിലേക്ക് വന്നത്. ഇൻസ്റ്റയില് നിങ്ങളെ ഒരു 3-4 പേര് ഉൾപ്പെടുന്ന ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് മുണ്ട് കൊടുത്തുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അതെ അതെ. അതെന്താണ് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വരാനായിട്ടുണ്ടായിരുന്ന കാരണം? അത് നമ്മളുടെ ടീമിന്റെ ഒരു തീരുമാനമാണത്. കാരണം ഇത്രയും വർഷമായിട്ട് നമ്മള് ചെയ്തിട്ട് എല്ലാ കാര്യവും കുറെ ആൾക്കാർ കാണുമ്പോഴേക്കും റിപ്പീറ്റേഷൻ ഫീൽ ചെയ്യും. അപ്പൊ അത് മാറ്റിയിട്ട് നമ്മുടെ ടീമിന്റെ കൊറിയോഗ്രാഫറിന്റെ ഉള്ളിൽ തോന്നിയൊരു കൺസെപ്റ്റ് ആണ്. അതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അത് പുള്ളിയുടെ ചിന്താഗതിയാണ്. പുള്ളിക്ക് മനസ്സിലായി ഇത് ഏത് റൂട്ടിൽ കൊണ്ടുപോയാലാണ് ഈ പരിപാടി നടക്കുമെന്നുള്ളത്. അതുകൊണ്ടാണ് മുണ്ടായിട്ട് ഇറങ്ങിയത്. ചേട്ടാ, എങ്ങനെയാണ് നമുക്ക് ഈ റെട്രോ എന്നുള്ള ഒരു സിനിമയിലേക്ക് ചേട്ടന് അവസരം കിട്ടുന്നത്? നമ്മുടെ മുണ്ട് ഡാൻസ് കണ്ടിട്ടാണ് ആ സിനിമ എന്നൊരു വിളി വന്നത്. കാരണം അത് എല്ലാ വീഡിയോസ് അത്യാവശ്യം വൈറലായിരുന്നു. അപ്പൊ അങ്ങനെ ഇവരിങ്ങനെ ഒരു കഥാപാത്രം അന്വേഷിച്ചെടുക്കുന്നത്, എന്നാ ഒരു കഥാപാത്രം വേണം എന്നുള്ളത് അന്വേഷിച്ചിടുന്ന സമയത്താണ് സൂര്യ സാറാണ് നമ്മളുടെ ഡാൻസ് ആദ്യം കാണുന്നത്. അപ്പൊ അങ്ങനെ സൂര്യ സാറ് കണ്ട്, അപ്പൊ ആൾക്ക് നമ്മുടെ ടീമിനെ എന്തായാലും പടത്തിലേക്ക് വേണം എന്ന് പറഞ്ഞ്, പിന്നെ ആ ഒരാളെയും വെച്ചിട്ട് നമുക്ക് ആ ക്യാരക്ടർ ചെയ്യിച്ചു നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ കാർത്തിക് സുബരാജ് സാറിന്റെ അവിടുന്ന് കോള് വന്നി, അവിടുന്ന് ഒരു AD വിളിച്ച് ഇങ്ങനെ ഒരു കാർത്തിക് സുബരാജ് സാർ മൂവി എന്നാണ് വിളിക്കുന്നത്, ഒരു ഓഡിഷൻ ഉണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് അങ്ങനെ ഓഡിഷൻ ചെയ്തിട്ടാണ് ആ പടത്തിലേക്ക് അവസരം കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഈ സൂര്യ സാർ റെട്രോ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാന്ന് വെച്ചാൽ നമ്മുടെ സൂര്യ സാറാണ്. പിന്നെ അറിയാലോ, എല്ലാവരും ഇപ്പൊ നമ്മളെ പോലത്തെ സാധാരണക്കാര് ഒന്ന് അടുത്ത് കാണാൻ, അല്ലെങ്കിൽ ഒന്ന് അടുത്ത് വന്നൊരു ജസ്റ്റ് ഒരു ഫോട്ടോ എങ്കിലും എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണല്ലേ നമ്മുടെ സൂര്യ സാർ. അപ്പൊ ഈ സാറിന്റെ സിനിമയിൽ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടി, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു
ക്യാരക്ടറിനെ സെലക്ട് ആയി എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എന്തായിരുന്നു അപ്പോഴത്തെ ആ ഒരു അത് പറഞ്ഞ പോലെ ഒരു സ്വപ്നം പോലെ തോന്നിയത്. ഒരിക്കലും പ്രതീക്ഷയില്ല. ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ തന്നെ നമ്മള് ഇദ്ദേഹത്തിനൊക്കെ ഫോട്ടോയിലും സിനിമയിലൊക്കെ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം നമ്മുടെ കൂടെ വന്നിരിക്കുമെന്നോ നമ്മളുടെ ഷോൾഡറിലൊക്കെ ആയിട്ട് സംസാരിക്കുമെന്നോ ഇതൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചൊരു കാര്യമല്ല. അതുപോലെ എന്തോ ഭാഗ്യവും പിന്നെ നമ്മുടെ പ്രയത്നവും കൊണ്ട് അങ്ങനെ ഒരു വലിയൊരു അവസരം കിട്ടി. അതാ സംഭവം. ചേട്ടാ, നമ്മുടെ സൂര്യ സാറിനെ പറ്റി എല്ലാരും പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര സിമ്പിൾ ആണ്, ഹമ്പിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം സത്യമാണ് അങ്ങനത്തെ ഒരു കാര്യം? അത് ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. പറയണത് 100% സത്യവും. സത്യം എന്നുള്ളിൽ ഇപ്പൊ നമുക്ക് കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചൊരു വ്യക്തിയാണ്. അത് ഭയങ്കര സ്വീറ്റ് ആണ് ആള്. നമ്മളെ ഭയങ്കര ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സീൻ അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആള് വന്നിട്ട് നമ്മളോട് ചോദിക്കുക എന്താണ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പൊ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആള് പറഞ്ഞു തരും, കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. അപ്പൊ നമുക്ക് ആത്മവിശ്വാസം കൂടും, നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഡെയിലി വരും വിഷ് ചെയ്യും, ഹഗ് ചെയ്യും, ഗുഡ് മോർണിംഗ് പറയും, ഫുഡ് കഴിച്ചാന്ന് ചോദിക്കും. എനിക്ക് തോന്നട്ടെ ഇത് ഇത്രയും വലിയ ആൾക്കാരൊക്കെ എന്നോട് ഇത് അത്ഭുതമായി പോയി. പുള്ളി നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ, അപ്പൊ അങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നും ഇല്ല ശരിക്കും പുള്ളിക്ക്. പക്ഷെ ആ ഒരു വ്യക്തി ഒരു അപാര മനുഷ്യനാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് ഇപ്പൊ നമ്മുടെ സൂര്യ സാറിന്റെ കാര്യം പറയുമ്പോ തന്നെ അതിനെ സൂര്യ സാറിനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ജ്യോതിക മാം. മാം ഉണ്ടായിരുന്നു ഈ ലൊക്കേഷനിൽ ഉണ്ടായി, പക്ഷേ നമ്മുടെ ഷൂട്ടിന്റെ സമയത്ത് ഉണ്ടായിരുന്നില്ല. ജ്യോതിക മാമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ജ്യോതിക മാമും നമ്മളുടെ ടീമിന്റെ ഭയങ്കര വലിയ ഫാനാണ്. നമ്മുടെ 74X മണവാളൻസിന്റെ ഭയങ്കര ഫാനാണ് ജ്യോതിക മാമാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് സൂര്യ സാറിനെ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് കാണുന്നത്. ജ്യോതിക മാം നമ്മുടെ ടീമിന്റെ ഭയങ്കര ഫാനാണ്. അപ്പൊ നമ്മുടെ ഈ സിനിമയുടെ സംവിധായകൻ കാർത്തിക് സുബ്രാജ് സാറിനെ പറ്റി സാറിന്റെ ആ ഒരു ഇന്ററാക്ഷനും കാര്യങ്ങളും എങ്ങനെയാണ് നിങ്ങളായിട്ടുള്ളത്? ഇവര് നമ്മളൊരു ആർട്ടിസ്റ്റിനെ മാക്സിമം ഇവര് ഫ്രീ ആക്കാൻ നോക്കും. നമുക്കൊരു ബുദ്ധിമുട്ടും തരാതെ ഒരു ടെൻഷൻ തരാതെ ഇവര് നോക്കും. അപ്പൊ കാർത്തിക് സുബ്രാജ് സാറിന് അറിയാലോ, തമിഴിൽ തന്നെ നമ്പർ 1 ഡയറക്ടേഴ്സിനെ എടുത്തു നോക്കിയാൽ ഒരാളാണ് പുള്ളിക്കാരൻ. പുള്ളിയുടെ സിനിമയിലൊക്കെ തല കാണിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ അവിടെ ചെന്നപ്പോഴും ആളും ഭയങ്കര അടിപൊളി മെമ്പർ, ആളും ഡെയിലി വരും, സംസാരിക്കും. ഇവര് മാക്സിമം നമ്മളെ കൂളാക്കും സിമ്പിളായിട്ട്. അപ്പൊ ഒരു ക്യാമറക്ക് മുന്നിൽ നിന്ന് അഭിനയിക്കണേ എന്നുള്ള ചിന്താഗതി നമുക്ക് അവിടെ ഇല്ല. കാരണം അത്രയും ഫ്രണ്ട്ലി ആണ് എല്ലാവരും. അതുകൊണ്ട് പുള്ളി ഭയങ്കര രസമാണ് ആളെ കെട്ടിപ്പിടിച്ചിരിക്കാനായിട്ട്. കുറച്ച് വണ്ണൊക്കെ നല്ല രസമാണ്, അടിപൊളി മെമ്പറാണ്. അപ്പൊ ചേട്ടാ, നമ്മുടെ ഈ റെട്രോ സിനിമയില് സൂര്യ സാറിന്റെ ഒപ്പം തന്നെ ഉള്ള നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ജയറാമേട്ടനുണ്ട്, ജോജി ചേട്ടനുണ്ട്. അവരൊക്കെ ഈ സിനിമയിലുള്ള കാര്യം ചേട്ടൻ അറിയാമോ? ഇല്ല, അതെല്ലാം അവിടെ ചെന്നതിന് ശേഷമാണ് അറിഞ്ഞത്. ഞാൻ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ സൂര്യ സാറിനൊക്കെ ഉണ്ടായിരുന്നു. ഷൂട്ട് തുടങ്ങുന്ന അന്നാ ജയറാം സാറിനൊക്കെ കാണുന്നത്. ചെല്ലുമ്പോ തന്നെ ജയറാം സാർ ആ പുള്ളിക്കറിയില്ല ഞാൻ മലയാളിയാന്നുള്ള പുള്ളിക്കറിയാൻ പാടില്ല. അപ്പൊ അവിടെ ഒന്ന് പറഞ്ഞ് സാർ ഇത് നമ്മളുടെ ഡാൻസ് കേട്ട് ഡാൻസ് എടാ കുറെ കേട്ടായിരുന്നു, നീ മലയാളിയാണല്ലേ? ആ മലയാളിയാന്ന് പറഞ്ഞു. അത് അവര് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തുള്ള ആ ഒരു നിങ്ങളുടെ ആ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് ഇച്ചിരി മുടിയൊക്കെ നീട്ടിയുള്ള ഇത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ സത്യം പറയാലോ, നമുക്കത് കാണുമ്പോ തന്നെ വിചാരിക്കും നമ്മള് നോർത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ ബംഗാളികളാണെന്ന് തോന്നുന്നു. നോർത്ത് ഇന്ത്യൻസ് മനസ്സിലായി, എങ്ങോട്ട് പോയത് എനിക്ക് മനസ്സിലായി. അതെ, ആ ഒരു സ്റ്റൈലായിരുന്നു. അപ്പൊ അവർക്കും അറിയാൻ പാടില്ലായിരുന്നു നിങ്ങൾ മലയാളികളാണെന്നുള്ളത്. മലയാളിയാണെന്നുള്ളതല്ല, ഒരു കഥാപാത്രം ചെയ്യാൻ മലയാളത്തിൽ നിന്ന് ഒരാളുണ്ടെന്ന് അറിയാം, പക്ഷെ അത് ആരാണെന്ന് അറിയില്ലായിരുന്നു. അവിടെ വെച്ചാണ് കാണുന്നത്. ഞാനും കാണുന്നത് ജയറാം ചേട്ടൻ ഈ പടത്തിൽ ഉണ്ടെന്ന് അറിയുന്നതും അവിടെ വെച്ചാണ്. ജോജി ചേട്ടനെയും പിന്നെ നമ്മള് അൻഡമാനിൽ പോയിട്ട് ഒരു 10-20 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ജോജി ചേട്ടൻ അവിടെ വന്നത്. അപ്പോഴാണ് ജോജി ചേട്ടനെ കാണുന്നത്. ജോജി ചേട്ടനൊക്കെ എന്ത് കമ്പനിയാണെന്നാ. ജയറാം ചേട്ടൻ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, എന്നെ വിളിക്കും, പരമ ഇങ്ങ് വാടാ, അതെ. അത് അപ്പൊ എന്നോട് പറഞ്ഞു ഇനി എവിടെ വെച്ച് കണ്ടാലും അതേ വിളിക്കോളൂ, പരമാന്ന് വിളിക്കോളൂ. ആയിക്കോട്ടെ ചേട്ടാ. ഇപ്പൊ കൊറേ നാളുകളായി ഇപ്പൊ ഓഡിഷൻ, ഡാൻസ്, അങ്ങനെ ഓരോ ഫീൽഡായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണത്. അപ്പൊ ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും വീട്ടിലെ ആൾക്കാര് അല്ലെങ്കിൽ പുറമേയുള്ള ആൾക്കാര് പറയാറില്ലേ, ഇപ്പൊ കൊറേ നാളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണല്ലേ. അതെ, അതാണ് ഉദ്ദേശിച്ചത് ഞാൻ. വല്ല പണിക്കും പോയി ജീവിച്ചൂടെ, അല്ലെങ്കിൽ ഇതിന്റെ പുറകെ എന്നിട്ട് വല്ല കാര്യം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ ചോദിക്കാറില്ലേ? എന്ന് വെച്ചാൽ നമ്മുടെ നേരെ ഒന്നും ചോദിക്കാറില്ല. പിന്നെ വീട്ടുകാര് ചോദിക്കൂല, കാരണം വീട്ടുകാർക്ക് അറിയാം നമുക്കൊരു നല്ലൊരു ലക്ഷ്യബോധം ഉണ്ടെന്നുള്ളത്. നമ്മളുടെ ജീവിതം ഒന്നല്ലേ ഉള്ളൂ, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അതിനപ്പുറം ഒന്നുമില്ല. അപ്പൊ ഇതിനിപ്പ ഈ പറഞ്ഞ പോലെ ആരും മുഖത്തോക്ക് ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും
പറഞ്ഞ ചോദിക്കാറുണ്ടാവും മുഖം കാണുമ്പോ നമുക്കറിയാം. അല്ലേ? പിന്നെ ഒരു പണിയില്ലേ, രാവിലെ പോകും കെട്ടിയെഴുന്നള്ളി തിരിച്ചിങ്ങോട്ട് വരും, തിരിച്ചു വരും മുടിയും വളർത്തി താടി തടി വളർത്തി. പക്ഷെ ഇവര് നമ്മൾ എന്തിനാ പോണത്? പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു റിലേറ്റീവ്സിന്റെ ഒക്കെ എന്തെങ്കിലും ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ പോകുമ്പോ കൃത്യമായിട്ടും ചോദിക്കും അതുണ്ട് അതുണ്ട് അത് സത്യം. മര്യാദക്ക് നടന്നൂടെ, ഇങ്ങനത്തെ രൂപത്തിലാണോ നടക്കണത് എന്നൊക്കെ ചോദിക്കണല്ലേ. മര്യാദക്ക് നടന്നൂടെ ചോദിച്ചാൽ മര്യാദ ഉണ്ട്. ഇന്ന് മെനക്ക് നടക്കണ എന്ത് കോലോടാ നിന്റെ അരപ്പിച്ച മുടിയും താടിയും എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ ഇല്ലാണ്ടായിക്കളെ. കളയാതെ അത് ഇഷ്ടം കൊണ്ട് ചോദിക്കണേണാ തളർത്താൻ വേണ്ടി ചോദിക്കണേണാ ഒന്നും അറിയില്ല. പക്ഷെ ഇതൊന്നും ഞാൻ ഇങ്ങനെ ഇതിലേക്ക് കേൾക്കുക, ഇതിലെടുത്ത് കളയുക. കാരണം വെച്ചാൽ അത് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതിന് മാത്രം നേരം ഉണ്ടാവും. വീട്ടുകാരുടെ വലിയ സപ്പോർട്ടും ബാക്കിയുള്ള നമ്മൾ നല്ല കൂട്ടുകാരുടെ സപ്പോർട്ടും ഉണ്ട്. നമുക്കത് മാത്രം മതിയല്ലോ. കാരണം നമുക്ക് വീട്ടുകാർ പണി എടുക്കണ്ടെന്ന് ഇവർക്കറിയാം. മറ്റുള്ളവർ നോക്കുമ്പോഴേക്ക് ഡെയിലി പോയി വലിയ പാതിരാത്രി ഒന്ന് വീട്ടിൽ കയറണം. ഇവിടെ ചിന്താഗതി പറഞ്ഞിട്ടൊക്കെ ഇരിക്കും. അതവിടെ ചിന്താഗതി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ എന്താണ് ലക്ഷ്യം അതിനെ പിന്തുടരുക എന്നുള്ളതാണ്. പിന്നെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ ആ സൈഡിലുള്ള വഴി കൂടി അങ്ങോട്ട് പോകും. അത്ര ഉള്ള നോക്കാണ്ടിരിക്കുക, അത്ര കേൾക്കണ്ടെന്ന്. എന്തിനാ കേൾക്കണത്? കേട്ടിട്ട് ഒരു കാര്യമില്ല. ഇന്റർവ്യൂ കേൾക്കണ എല്ലാവർക്കും ഉള്ള ഒരു പ്രചോദനമാണ് അല്ലേ. നമ്മൾ കുറെ ഹാർഡ് വർക്ക് ചെയ്യാം, നമുക്ക് നമ്മുടെ സ്വപ്നത്തിലേക്ക് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാം. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം. ചേട്ടാ ഇപ്പൊ ഫാമിലി എല്ലാവരും സപ്പോർട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഫാമിലിയിൽ ആരൊക്കെയുള്ളത്? ഫാമിലിയില് അപ്പച്ചൻ, അമ്മ, ചേട്ടന്മാര്. ഞങ്ങൾ 4 ആമക്കളാണ്, 3 ചേട്ടന്മാര്. ഞങ്ങൾ കൂട്ടുകുടുംബമാണ്. വീട്ടിലെല്ലാരും കൂടി പൊളി വൈബ് ഫാമിലി. ഇപ്പൊ ചേട്ടന്മാരാണെങ്കിൽ ചേട്ടന്മാരെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും, അതെ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവരെല്ലാവരും ചേച്ചിമാരൊക്കെ ആണെങ്കിലും അവർ വേറെ ഫാമിലിയിൽ നിന്ന് വന്നേക്കുന്നവരാണ്. അപ്പൊ അവരൊക്കെ ആണെങ്കിലും ഇപ്പൊ ചേട്ടൻ ഇങ്ങനെയൊക്കെ പോകുമ്പോഴേക്കും നല്ല സപ്പോർട്ടാണ്. ഒരു കുഴപ്പമില്ല. അവരാണ് ഭീകര സപ്പോർട്ടാണ്. പോയില്ലെങ്കിൽ പോടാന്ന് പറയും. പിള്ളേരും അങ്ങനെ തന്നെയാണ്. കാക്കു പോളില്ലേ, ഷൂട്ടിംഗ് ഇല്ലേ, പോന്ന് പറയും. ആ പിള്ളേരുടെ പരിപാടി. ഈ രാഘു ചേട്ടന്റെ കോമഡി ആക്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഡാൻസ് കണ്ടിട്ടുണ്ട്, സത്യമായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പൊ ചേട്ടന്റെ ഈ രൂപം വെച്ചിട്ട് ഒരു വില്ലൻ ലുക്ക് ഉണ്ടെന്ന് ആരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്കും ആഗ്രഹം എന്ന് വെച്ചാലേ നല്ലൊരു വില്ലൻ വേഷം കിട്ടിയ ചെയ്യാന്ന്. പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ റെക്ട്രോന്റെ ഇത് കണ്ട പ്രമോയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങള് ചേട്ടന്റെ ആ ലുക്ക് കണ്ടിട്ട് ഞങ്ങള് പറഞ്ഞു, ശരിക്കും പറഞ്ഞ ചേട്ടൻ ഈ ഒരു വില്ലൻ ലുക്ക് നല്ലോണം ചേരുന്ന ഈ ഒരു അപ്പിയറൻസ് വെച്ചിട്ട് വില്ലൻ ലുക്ക് നല്ല സ്യൂട്ടായിട്ട്. അതെ, അപ്പൊ ഒരു വില്ലൻ ലുക്ക് കിട്ടിയ നമ്മള് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഏത് വേഷം കിട്ടിയാലും ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നതാണ്. അപ്പൊ ഒരു വില്ലൻ വേഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 കൈ നീട്ടി സ്വീകരിക്കൂലേ? തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇത്ര നേരവും സിനിമയുടെ കാര്യങ്ങളും ഡാൻസിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇനി ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ സ്വന്തമായിട്ട് എഴുതി ചിട്ടപ്പെടുത്തിയ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ്. ക്വസ്റ്റ്യൻസ് ഒന്നല്ല, ഇത്തിരി ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് നമ്മള് ചോദ്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചേട്ടന് പോകാൻ ആഗ്രഹമുള്ള സ്ഥലം, ബക്കറ്റ് ലിസ്റ്റിലെ സ്ഥലം ഏതാണ്? ബക്കറ്റ് ലിസ്റ്റിലെ സ്ഥലം സ്വിറ്റ്സർലൻഡ്. ഭയങ്കര ആഗ്രഹമുള്ള സ്ഥലം. ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങൾ സത്യം പറഞ്ഞ എങ്ങും പോയിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ആഗ്രഹം പറയാലോ. സ്വിറ്റ്സർലൻഡ്. നമ്മുടെ ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡിൽ പോയിട്ടുണ്ടോ? ഇല്ല. കാശ്മീർ? ഇല്ല. അപ്പൊ അത് നമ്മൾ ഇന്ത്യയുടെ സ്വിറ്റ്സർലൻഡിൽ പോകാം, എന്നിട്ട് നമുക്ക് പോവാം. ശരിയാണ്, മഞ്ഞ് കാണണമെന്ന് ആഗ്രഹമാണ്. ഞാനും പോയിട്ടില്ല കേട്ടോ, ഞങ്ങളും പോയിട്ടില്ല. രണ്ടാമത്തെ ചോദ്യം, ചേട്ടന് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹമുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഫുഡ് എന്തെന്നാ? കക്കർച്ചിയും കപ്പോർത്തതും. കോമ്പിനേഷൻ ഉണ്ടോ? സത്യം ഓജി സാധനം ഞാൻ പറഞ്ഞത്. ഇത് സ്നാക്കാണ്, 4 മണി സ്നാക്കാണ്. ഇത് എല്ലാവർക്കും അറിയാൻ പാടുന്നോണ്ട് ഇത് ഉള്ള സാധനമാണ്. അല്ല, റിസ്ക് എടുക്കണ്ടേ, ഞാൻ കഴിക്കണാണ്. മേടിച്ച അമ്മക്ക് കുറച്ച് കക്കർച്ചിയും വെച്ചിട്ട് നല്ല കുരുമുളകൊക്കെ ഇട്ട്, മറ്റേ കാന്താരി മുളകില്ലേ, അതിന്റെ ഫ്ലേവർ ഒക്കെ ഭയങ്കര കൂട്ടിയിട്ട് നല്ല, എനിക്ക് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല, ഞാൻ കണ്ടിട്ടുള്ള നല്ല ഡീപ് ഫ്രൈ ആയിട്ട് കൊണ്ടുവന്ന് വെച്ചു. ഇതിനകത്തേക്ക് നമ്മള് ഈ പപ്പടം പൊടിക്കണ പോലെ കപ്പോർത്ത് വെച്ച് പൊടിച്ചങ്ങ് ഇടുക. കയ്യിൽ കുത്തിക്കറാണ്ട് നോക്കണം, മനസ്സിലാണ്ട സാധനം കൂർത്തിരിക്കണല്ല. അത് ഈ സാധനം ഒരു സ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്യുക. നമ്മള് പഴംപൊരി, ബീഫ്, അലുവ, മത്തിക്കറി കേട്ടിട്ടുണ്ട്. അന്ന് പറയണം. പക്ഷേ ഈ പഴംപൊരിയും ബീഫ് ഞാൻ കഴിച്ചിട്ടുണ്ട്, അലുവയും മത്തിക്കറി എനിക്കറിയാൻ കഴിച്ചിട്ടില്ല. ഇത് ഞാൻ കഴിച്ചാലും വീട്ടിലും ടേസ്റ്റാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് പറയട്ടെ ഫ്രണ്ട്സ്, നമുക്ക് ഒരു പുതിയൊരു ഫുഡ് കോമ്പിനേഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കക്കറച്ചിയും കപ്പ വറുത്തതും കക്കറച്ചി. നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ട്രൈ ചെയ്യണ്ട. ഇത് ഞാൻ കഴിച്ചു, വേണ്ട
വലിയ വയറിളക്കം വന്നിട്ട് അവസാനം എന്റെ പെടലിക്ക് ഒരു ഇറക്ക് കൂടി. ഇല്ല അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്യും. അപ്പൊ നിങ്ങളെയും കാണിച്ചില്ലാട്ടോ. എന്തായാലും അപ്പൊ അടുത്തൊരു ഫുഡ് ബ്ലോഗില് നമ്മള് കപ്പവറുത്തതും കക്കറച്ചിയായിരിക്കും ചെയ്യാൻ പോണത് കേട്ടോ. കിട്ടില്ല കണ്ടന്റ് ഇട്ട് കൊടുത്തിട്ട് എവിടെ പോകാൻ പോണ കിട്ടില്ല കണ്ടന്റ്. അതെ, കപ്പവറുത്തതും കക്കറച്ചിയും. അപ്പൊ എന്തായാലും നമ്മളോടൊപ്പം ഇത്ര നാളും കൂടി ഉണ്ടായിരുന്ന നമ്മുടെ രാഘുചേട്ടനാണ്. അപ്പൊ രാഘുചേട്ടന്റെ ഇനി വരുന്ന പ്രോജക്റ്റിലും കാര്യങ്ങളിലെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ. എല്ലാവരും പ്രാർത്ഥന. നല്ലൊരു ഇനിയും ഇത് പറഞ്ഞ പോലെ അല്ല, ഇനിയും നല്ല നല്ല വേഷങ്ങളും അതേപോലെ നല്ല ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ ഒക്കെ ഒപ്പം അഭിനയിക്കാനായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലെ. അതിനുവേണ്ടി ഞാൻ എന്തായാലും ഒരുപാട് പണിയെടുക്കാനും കഷ്ടപ്പെടാനും തയ്യാറാണ്. അപ്പൊ രാഘുചേട്ടന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത്? എന്തായാലും ദിശി വ്ലോഗ്സ് ചാനലിലേക്ക് എന്നെ വിളിച്ചതിന് ഒരുപാട് സന്തോഷം. ഇതൊരു ഫാമിലി വ്ലോഗും കൂടിയിട്ടാണ്. ഞാൻ കാണാറുണ്ട് ഇത്. ഒരുപാട് ഗെയിമിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി ചാനൽ. ബോറടിപ്പിക്കില്ല, എന്റർടൈനേഴ്സ് ആണ് ഇവര്. പിള്ളേരാണെങ്കിലും ഇവളാണെങ്കിലും എല്ലാവരും. അപ്പൊ എല്ലാവരും കാണുക, ഇവിടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഞാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടിപൊളി ചാനൽ, എനിക്ക് ഇഷ്ടപ്പെട്ടു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറയൂ. അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെയുണ്ട്. എനിക്ക് മറ്റേ യൂട്യൂബ് പരിപാടിയായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ച് അറിയാൻ പറ്റില്ല. മറ്റേ ഇതൊക്കെ കുത്തിപ്പൊട്ടിക്കുന്ന പരിപാടിയൊക്കെ ഇല്ലേ? അപ്പൊ എല്ലാം കുത്തിപ്പൊട്ടിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തേക്ക്. ദിശി വ്ലോഗ് ചാനൽ, പൊളി ചാനൽ. എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാനാണ്. ഈ ഒരു ചെറിയൊരു കോൺവെർസേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇനിയൊരു പുതിയൊരു അടിപൊളി വീഡിയോ വരുന്നവരേക്കും പറഞ്ഞേക്ക്. ഗുഡ് ബൈ.